ഹലോ ആസ്പിറൻസ്. ഇന്റേണൽ സെക്യൂരിറ്റിയുടെ മണിപ്പൂർ ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് ഇൻസർജൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ചെറിയ വീഡിയോ ആണ്, ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ മണിപ്പൂർ ഫസ്റ്റ് ടൈം ലൈൻ നോക്കാം. 1949 കിങ്ഡം ഓഫ് മണിപ്പൂർ വാസ് മേർജ് വിത്ത് ഇന്ത്യൻ യൂണിയനുമായിട്ട് മണിപ്പൂർ കിങ്ഡം മേർജ് ചെയ്യപ്പെട്ടു 1949. 1972 declared as state after a protracted agitation. അപ്പം നീണ്ട പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ നീണ്ട അജിറ്റേഷന് ശേഷം 1972 സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടു മണിപ്പൂർ. 24 November 1964 emergence of insurgency in Manipur formally traced to the emergence of UNLF. അപ്പോൾ UNLF നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നോക്കിയതാണ്. 24 November 1964 ഇൻസർജൻസി എമർജ് ചെയ്യപ്പെട്ടു മണിപ്പൂരിൽ. ഫോർമലി ട്രേസ് ടു അത് UNLF എമർജൻസിനെ ട്രേസ് ചെയ്തു. 25 September 1978 പീപ്പിൾസ് ലിബറേഷൻ ആർമി ഫൗണ്ടഡ്. 9th October 1977 പീപ്പിൾസ് റെവല്യൂഷണറി പാർട്ടി ഓഫ് കാങ്ക്ലൈപക് പ്രീപാക്, അതിൻ്റെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ലീഡർ RK തുലാചന്ദ്രയാണ്. ഈ കാങ്ക്ലൈപക് എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് മണിപ്പൂറിനെയാണ്. നേരത്തെ നമ്മൾ 1949 കിങ്ഡം ഓഫ് മണിപ്പൂർ എന്ന് പറഞ്ഞില്ലേ, അപ്പം അതിനെയാണ് നമ്മൾ കാങ്ക്ലൈപക് എന്ന് പറയുന്നത്. ആൻഡ് UNLFന്റെ ഫുൾ ഫോം യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. ആൻഡ് April 1918 കാങ്ക്ലൈപക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെയിം ഇൻ ടു എക്സിസ്റ്റ് വൺസ്. ഇനി all these insurgent groups have been demanding a separate independent മണിപ്പൂർ. എല്ലാവരും ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ നോക്കുമ്പോഴേ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേണം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കണം എന്നാണ് എല്ലാവരുടെയും മോട്ടോ അതായിരുന്നു. സോ മണിപ്പൂരിൻ്റെ മോട്ടോയും അത് തന്നെയാണ്. ഫ്രം നാഗാലാൻഡ് വയലൻസ് ബൈ ദ നാഗ ഗ്രൂപ്പ് ഓൾസോ സ്പിൽഡ് ഓവർ ടു മണിപ്പൂർ. അപ്പം നാഗാലാൻഡിൽ നിന്നുമാണ് ഈ നാഗ ഗ്രൂപ്പ്സിന്റെ വയലൻസ് മണിപ്പൂരിലേക്കും അത് സ്പ്രെഡ് ചെയ്യപ്പെട്ടു. എ സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് വിച്ച് ഈസ് ക്ലെയിംഡ് ബൈ ഐസക് മുയ്വ ഫാക്ഷൻ ഓഫ് NSCN-IM. അപ്പോൾ NSCN-IMന്റെ ഗ്രൂപ്പിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഐസക് അവരാണ്. അപ്പോൾ നാഗാലാൻഡിൽ നിന്നുമാണ് ദാറ്റ് ഈസ് വയലൻസ് ബൈ ദ നാഗ ഗ്രൂപ്പ്സ് മണിപ്പൂരിലേക്കും സ്പിൽ ചെയ്തപ്പെട്ടു ഒരു സബ്സ്റ്റാൻഷ്യൽ പാർട്ട്. അത് ക്ലെയിം ഇത് ആര് ക്ലെയിം ചെയ്തു? ഐസക് മുയ്വ ക്ലെയിം ചെയ്തു. ആസ് പാർട്ട് ഓഫ് നാഗാഷ്യൻ ആണെന്ന് ഐസക് മുയ്വ ക്ലെയിം ചെയ്തു. ഇസ്ലാമിസ്റ്റ് ഔട്ട്ഫിറ്റ്സ് ലൈക്ക് PULF പീപ്പിൾസ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഫൗണ്ടഡ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് പങ്കൽസ്. മണിപ്പൂർ മുസ്ലിംസ് ആണ് പങ്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിക് ഔട്ട്ഫിറ്റ് ആണ് ഈ PULF എന്ന് പറയുന്നത്. ഫൗണ്ടഡ് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദ പാങ്കൽസ്, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാങ്കൽസ് മീൻസ് മണിപ്പൂർ മുസ്ലിംസ്. വേഴ്സ്റ്റ് അഫക്റ്റഡ് സ്റ്റേറ്റ്സ് ഇൻ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആണ് ഈ മണിപ്പൂർ എന്ന് പറയുന്നത്. സിൻസ് ദർ ആർ 12 ഇൻസർജന്റ് ഔട്ട്ഫിറ്റ്സ് ഉണ്ട് ആക്റ്റീവായിട്ട് അറ്റ് പ്രസന്റ്. ദ സ്ട്രെങ്ത് ഓഫ് ദോസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ വാലി ഡിസ്ട്രിക്ട്സ്. വാലി ഡിസ്ട്രിക്ട്സിലാണ് അതിൻ്റെ മോസ്റ്റ് ആയിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് 1980 മണിപ്പൂർ ഹാസ് ബീൻ ഡിക്ലെയർ ആസ് എ ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ആഫ്സ്പ അവിടെ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആക്ട് ഇംപ്ലിമെന്റേഷൻ ചെയ്തത് റിസൾട്ടഡ് ഇൻ ദ സ്റ്റേറ്റ് വിറ്റ്നസിംഗ് ആൻഡ് അൺപ്രസിഡന്റഡ് സിവിക് അപ്രൈസിംഗ്. അത് നോട്ട് ഡൗൺ ചെയ്യണം. അൺപ്രസിഡന്റഡ് സിവിക് അപ്രൈസിംഗ് മീൻസ് നമ്മൾ വിചാരിച്ചു പോലും നോക്കാൻ പറ്റാത്ത, അതാണ് അൺപ്രസിഡന്റഡ് എന്ന് പറയുന്നത്. സിവിക് അപ്രൈസിംഗ് മീൻസ് നാഗരിക പ്രക്ഷോഭം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ന്യൂസിൽ മദർ ന്യൂഡ് പ്രൊട്ടസ്റ്റ് എന്ന്. ഓക്കെ, അപ്പോൾ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദിസ് ആക്ട് റിസൾട്ട്, ഈ ആക്ട് വന്നതോടുകൂടെ തന്നെ ആ സ്റ്റേറ്റ് നമ്മൾ വിചാരിച്ചു പോലും നോക്കാത്ത ഒരു അവിടുത്തെ സിവിലിയൻസ് ഒരു പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടായിരുന്നു, വിചാരിച്ചു പോലും നോക്കാത്തത്. അത് ഇൻക്ലൂഡിങ് ഫേമസ് മദേഴ്സ് ന്യൂഡ് പ്രൊട്ടസ്റ്റ് ആൻഡ് ഐറോം ഷർമിള പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ആക്ട്. നീണ്ടകാലം ഫാസ്റ്റിംഗ് ഇരുന്ന ആ ഒരു പേര് കേട്ട ആളാണ് ഐറോം ഷർമിള എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, മണിപ്പൂർ കണ്ടിന്യൂസ് ടു ബി ആൻ ആക്റ്റീവ് ഏരിയ ഫോർ മൾട്ടിപ്ലിസിറ്റി ഓഫ് വയലന്റ് കോൺഫ്ലിക്ട്സ്. അതായത് ലാർജ് വെറൈറ്റി ഓഫ് വയലന്റ് കോൺഫ്ലിക്ട്സ്, വയലന്റ് ആയിട്ടുള്ള പ്രക്ഷോഭം ആ മണിപ്പൂർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അതാണ് ഷോർട്ടായിട്ട് പറയുന്നത്. ഇപ്പോഴും അതൊരു ആക്റ്റീവ് ഏരിയ ആണ് എന്നാണ് പറയുന്നത്.
Further lack of industrialization and economic development has not helped either. അപ്പോൾ ലാക്ക് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ട്, അതുപോലെ എക്കണോമിക് ഡെവലപ്മെൻറ്റും അത് ഹെൽപ്പ് ചെയ്തില്ല. The locally elected government dissolved in 1949 after the Manipur Emergent Agreement after the government of India occupied Manipur in 1949. ഇപ്പോൾ മണിപ്പൂരിൽ 1949 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വന്നതിന് ശേഷം ലോക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ് അതേ വർഷം ഡിസോൾവ് ആയി. ഡിസോൾവ് മീൻസ് ഒരു ഗവൺമെൻറ് ഡിസോൾവ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർലമെൻറ്റ് ടേം എൻഡ് ചെയ്യുക എന്നാണ് ഗവൺമെൻറ് ഡിസോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ദ മണിപ്പൂർ എമർജൻറ്റ് അഗ്രിമെൻറ്റ് ആഫ്റ്റർ ദ ഗവൺമെൻറ് ഓക്യുപ്പൈഡ് മണിപ്പൂർ ഇൻ 1949. അപ്പോൾ ഈ മണിപ്പൂർ എമർജൻറ്റ് അഗ്രിമെൻറ്റ് വന്നതോടെ ഇത് ഡിസോൾവ് ആയി. There was a widespread discontent and anger among the indigenous people. So ഇതുകൊണ്ട് തന്നെ ഒരു വൈഡ് സ്പ്രെഡ് ഒരു ദേഷ്യം, ഒരു ഡിസ്കണ്ടൻ്റ് ഒക്കെ അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. This eventually led to insurgency started in Manipur as early as in 1960. So ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് 1960 ഇൻസർജൻസി സ്റ്റാർട്ട് ചെയ്തു മണിപ്പൂരിൽ. 4 ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ് ആണുള്ളത്. ഫസ്റ്റ് വന്നിട്ട് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ മണിപ്പൂർ. അവരുടെ ഡിമാൻഡ് ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അണ്ടർ ദ അൾട്രാ ലെഫ്റ്റിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മണിപ്പൂർ വിച്ച് ഈസ് ട്രെയിൻ ടു എസ്റ്റാബ്ലിഷ് എ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ത്രൂ വയലൻസ്. വയലൻസ് മുഖേന ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിൻ്റെ അവർ ട്രെയിൻ ചെയ്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആരുടെ താഴെ? അൾട്രാ ലെഫ്റ്റിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മണിപ്പൂർ. നെക്സ്റ്റ്, പീപ്പിൾസ് ലിബറേഷൻ ആർമി 1978. അവരുടെ ഡിമാൻഡ് ഫ്രീ മണിപ്പൂർ ഫ്രം ഇന്ത്യ ബിക്കോസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഔട്ട്ഫ്ലോസ്. അത് ലിബറേറ്റിംഗ് മണിപ്പൂർ യൂസിങ് ആംസ്, വെപ്പൺസ് ആംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മണിപ്പൂരിനെ ലിബറേറ്റ് ചെയ്യുക. ഹിസ്റ്റോറിക്കൽ ഔട്ട്ഫ്ലോസ് ഉള്ള കാരണം മണിപ്പൂരിനെ ഫ്രീ ചെയ്യാൻ വേണ്ടിയുള്ള ഡിമാൻഡായിരുന്നു പീപ്പിൾസ് ലിബറേഷൻ ആർമി മുന്നോട്ട് വെച്ചിരുന്നത്. നെക്സ്റ്റ്, പീപ്പിൾസ് റെവല്യൂഷണറി പാർട്ടി ഓഫ് കാംഗ്ലൈപക്. അത് ആംഡ് ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ് ആയിരുന്നു. അവരുടെ ഡിമാൻഡ് സെപ്പറേറ്റ് ഹോംലാൻഡ് ഓഫ് മണിപ്പൂർ, മണിപ്പൂരിന് വേണ്ടി സെപ്പറേറ്റ് ഹോംലാൻഡ് വേണം എന്നായിരുന്നു. ലാസ്റ്റ് വൺ, യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്, നേരത്തെ UNLF എന്ന് പറഞ്ഞത്, അവരുടെ ഡിമാൻഡ് സോഷ്യലിസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ് വേണം എന്നായിരുന്നു UNLFൻ്റെ ഡിമാൻഡ്. സോ ഇത്രയാണ് മണിപ്പൂരിൻ്റെ ഇൻസർജൻസി ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ മേഘാലയ ഇൻസർജൻസിയാണ്. ആ സ്റ്റേറ്റ് എങ്ങനെയാണ് ഇൻസർജൻസിക്ക് വഴിയൊരുക്കിയത് എന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.